കോപം അടക്കാനാകാതെ ഏക്നാഥ് ഷിൻഡെ തെരഞ്ഞെടുപ്പ് യാത്രയ്ക്കിടയിൽ രാജ്യദ്രോഹിയെന്ന് വിളിച്ച് കരിങ്കൊടി കാണിച്ച പ്രതിഷേധക്കാരെ നേരിട്ട് ഡീൽ ചെയ്ത് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി. കോൺഗ്രസ് ഓഫീസിലേക്ക് ഇരച്ചുകയറിയാണ് ഏക്നാഥ് ഷിൻഡെ അനിഷ്ടം പ്രകടിപ്പിച്ചത്. വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ അറസ്റ്റ് ചെയ്ത പ്രതിഷേധക്കാരെ കേസെടുക്കാതെ വിട്ടയച്ചു. തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി നസീം ഖാനെതിരെ മത്സരിക്കുന്ന MLA ദിലീപ് ലാൻഡയ്ക്ക് വേണ്ടി ഏക്നാഥ് ഷിൻഡെ പ്രചരണം നടത്തുന്നതിനിടെയാണ് സംഭവം. മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹത്തിന് നേരെ സന്തോഷ് ഖഡ്കെ ഉൾപ്പെടെയുള്ളവർ കരിങ്കൊടി കാട്ടി രാജ്യദ്രോഹി എന്ന് വിളിച്ചതാണ് പ്രശ്നത്തിന് തുടക്കം. അപ്രതീക്ഷിതമായി വണ്ടി നിർത്താൻ ആവശ്യപ്പെട്ട ഷിൻഡെ പ്രതിഷേധക്കാരെ നേരിടുകയായിരുന്നു. ഇതാണോ പ്രവർത്തകരെ പഠിപ്പിക്കുന്നതെന്ന് ചോദിച്ചായിരുന്നു മുഖ്യമന്ത്രി കോൺഗ്രസ് ഓഫീസിലേക്ക് ഇരച്ചു കയറിയത്. പ്രതിഷേധക്കാരെ പോലീസ് കസ്റ്റഡിയിലെടുത്തെങ്കിലും കേസെടുക്കാതെ വിട്ടയച്ചു. പിന്നീട് മാധോശ്രീയിൽ ഇവരെ പൂച്ചെണ്ട് കൊടുത്ത് അഭിനന്ദിച്ചാണ് താക്കരപക്ഷം കരിങ്കൊടി പ്രതിഷേധത്തിന് പിന്തുണ പ്രഖ്യാപിച്ചത്. ഏക്നാഥ് ഷിൻഡെക്കോ ഗുസാക്യോ മാത്തേ ഹേ എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ചോദ്യങ്ങൾ. തെരഞ്ഞെടുപ്പിൽ ജയിച്ചാലും മുഖ്യമന്ത്രി പദം ലഭിക്കില്ലെന്ന വാദങ്ങൾക്ക് പ്രചാരം കൂടിയതോടെയാണ് ഷിൻഡെ പക്ഷത്ത് ആശങ്കകൾ ഉയരാൻ തുടങ്ങിയത്. മോദി, അമിത്ഷാ അടക്കമുള്ള ദേശീയ നേതാക്കൾ പങ്കെടുത്ത BJPയുടെ പ്രചാരണ വേദികളിലെല്ലാം ദേവേന്ദ്ര ഫട്നാവിസിനെ പരോക്ഷമായി അടുത്ത മുഖ്യമന്ത്രിയായി ഉയർത്തിക്കാട്ടുന്നതും ഷിൻഡെയുടെ ഉറക്കം കെടുത്തിയിരിക്കുകയാണ്. പ്രേംലാൽ, കൈരളി ന്യൂസ്, മുംബൈ.